Hi students, operating system introduction ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതി തയ്യാറാക്കി കമ്പൈൽ ചെയ്യിപ്പിച്ച് റൺ ചെയ്യിപ്പിച്ചൊക്കെ വെക്കുന്നല്ലേ ഒരു പ്രോഗ്രാം. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആക്ച്വലി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ മാനേജേഴ്സ് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയറിനെ മാത്രമല്ല, ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഒരു ബേസ് ആണിത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഒരു ബേസ് ആണ് നമ്മുടെ operating system. Actually it behaves like an intermediary between the user of a computer and the computer hardware. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും പിന്നെ കമ്പ്യൂട്ടറിൻ്റെ യൂസറും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. An operating system is a program that manages the computer hardware. It also provides a basis for application programs and act as an intermediary between a user of a computer and the computer hardware. നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട പാർട്ട് തന്നെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാവും, പിന്നെ ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന യൂസേഴ്സ്. അങ്ങനെ നമുക്ക് 4 കമ്പോണൻ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹാർഡ്വെയർ ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹാർഡ്വെയർ ഉണ്ടാവും, ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും കമ്പ്യൂട്ടറിന്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും, ദെൻ അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സും ഉണ്ടാവും. An operating system is an important part of almost every computer system. A computer system can be divided into 4 components. Computer systemത്തിന് നമുക്ക് 4 component ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹാർഡ്വെയർ, the operating system, the application programs and the users. This figure tells us the exact relationship between the 4 components. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 കമ്പോണൻസ് എന്നാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഓക്കെ, ദെൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ദെൻ ഇറ്റ്സ് ഇസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, ദെൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ ഒരു യൂസറിൽ ഒന്ന് കൂടുതൽ എത്ര വേണമെങ്കിലും യൂസേഴ്സിന് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. അപ്പോൾ യൂസർ 1 കമ്പൈലറാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, യൂസർ 2 അസംബ്ലർ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക, യൂസർ 3 ടെക്സ്റ്റ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക, യൂസർ N DBMS ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആപ്ലിക്കേഷനാണ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഓരോ ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ്റെ ഒരു ബേസ് ആയിട്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ബിഹേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഹാർഡ്വെയറും എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, the operating system provides the means for the proper use of these resources. What are the resources? Hardware, software and data. Hardware, H bar W എന്നുള്ള ഹാർഡ്വെയർ ആണ്. This is one is software, this is data. But the operating system provides the means for the proper use of these resources in the operation of the computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ നല്ല രീതിയിലുള്ള ഓപ്പറേഷനെ, നല്ല രീതിയിൽ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ റിസോഴ്സസ് ഒക്കെ എന്തായിരിക്കണം? പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ. അപ്പോൾ ഈ റിസോഴ്സസ് ഒക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കമ്പ്യൂട്ടറിന് വളരെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് സിമിലർ ടു എ ഗവൺമെന്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗവൺമെന്റിനെ പോലെയാണ്, ലൈക്ക് എ ഗവൺമെന്റ്. കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് എന്താ ചെയ്യുക? ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ മേഖലകളും, കമ്പ്യൂട്ടറിന്റെ അത് മെമ്മറി ആയിക്കോട്ടെ, ഹാർഡ്വെയർ ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, അങ്ങനെ ഓൾമോസ്റ്റ് എവറി പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക്
പല രീതിയിൽ യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. പിന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പെർപ്പസിൽ നമുക്ക് ആ വ്യൂ പോയിന്റ്സ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൻ ചെയ്യാം. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ ബി എക്സാമിൻഡ് ഫ്രം two viewpoints. The user viewpoint, യൂസറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന്റെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, യൂസർ വ്യൂ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഒരു യൂസറിന്റെ വ്യൂവിൽ എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു യൂസറിന്റെ വ്യൂവിൽ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഇന്റർഫേസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് യൂസേഴ്സിന് കമ്പ്യൂട്ടറിന്റെ വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഏത് ഇന്റർഫേസ് ആണോ ഉപയോഗിക്കുന്നത്, നമ്മൾ യൂസർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആപ്ലിക്കേഷനും യൂസേഴ്സ് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റർഫേസ് ഉപയോഗിക്കും. അപ്പോൾ ആ ഇന്റർഫേസിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കമ്പ്യൂട്ടറിനെയും എന്താ പറയണ്ടേ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇന്റർഫേസ് വേറെ ആയിരിക്കും. പിന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇന്റർഫേസ് വേറെ ആയിരിക്കും. ദ യൂസർ വ്യൂ ഓഫ് ദ കമ്പ്യൂട്ടർ വേരീസ് ബൈ ദ ഇന്റർഫേസ് ബീങ് യൂസ്ഡ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ വ്യൂ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഏത് ഇന്റർഫേസ് ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഉബുണ്ടു, ഇപ്പോൾ ലിനക്സിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് വേർഷൻസിലും ഒരു ഡിഫറെന്റ് ഇന്റർഫേസ് ആണ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെന്റ് വ്യൂ ആണ് യൂസേഴ്സിന് കമ്പ്യൂട്ടറിന് ഉണ്ടാവും. മോസ്റ്റ് കമ്പ്യൂട്ടർ യൂസേഴ്സ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ PC. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ അടുത്തായിരിക്കും മോസ്റ്റ്ലി യൂസേഴ്സും ഇരിക്കുക. അങ്ങനെയുള്ള സച്ച് എ സിസ്റ്റം ഈസ് ഡിസൈൻഡ് ഫോർ വൺ യൂസർ ടു മോണോപ്പൊളൈസ് ഇറ്റ്സ് റിസോഴ്സസ്. അപ്പോൾ മോസ്റ്റ്ലി നമ്മളിപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ഉപയോഗിക്കുന്ന എല്ലാവരും സ്വന്തം ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെ, PCന്റെ മുന്നിലും. അപ്പോൾ അവർക്ക് ആ PCന്റെ എല്ലാ റിസോഴ്സസും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഒരാൾ മാത്രമാണ് അത്, വൺ യൂസർ ആണ് അത് ഉപയോഗിക്കുന്നത്. ആ രീതിയിലുള്ള യൂസേജ് ഉണ്ട്. Some users sit at a terminal connected to a mainframe or mini computer. ചില യൂസേഴ്സ് ഉപയോഗിക്കുക മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആയിരിക്കും, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽ ആയിരിക്കും, അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽ ആയിരിക്കും ചില യൂസേഴ്സ് ഉപയോഗിക്കുക. ആ കേസസിൽ ഇപ്പൊ മെയിൻ ഫ്രെയിമുമായിട്ട് ഒരുപാട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ യൂസേഴ്സിന് ഷെയർ ചെയ്യേണ്ടി വരും റിസോഴ്സസ്. ദീസ് യൂസേഴ്സ് ഷെയർ റിസോഴ്സ് ഷെയർ ചെയ്യേണ്ടി വരും. ആൻഡ് മേ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ, ചിലപ്പോൾ ഇൻഫോർമേഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ദ OS is designed to maximize resource utilization. അപ്പോൾ ആ മെയിൻ ഫ്രെയിം സിസ്റ്റത്തിന്റെ ടെർമിനലിൽ ഇരിക്കുന്ന യൂസേഴ്സ് പിന്നെ എന്തായിരിക്കും, റിസോഴ്സസ് ഷെയർ ചെയ്യേണ്ടി വരും, ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ അതിൽ ഉപയോഗിക്കുന്ന OS എന്ന് പറയുന്നത് റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. സം യൂസേഴ്സ് സിറ്റ് അറ്റ് എ ടെർമിനൽ connected to a mainframe or mini computer. These users share resources and may exchange information. The OS is designed to maximize resource utilization. OS അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽ ഒക്കെ ആകുമ്പോൾ ആ ടെർമിനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അകത്ത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, ടെർമിനൽ ഉപയോഗിക്കുന്ന മെയിൻ ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽസ് ഉപയോഗിക്കുന്ന യൂസേഴ്സ് അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില യൂസേഴ്സ് സിറ്റ് അറ്റ് ദ വർക്ക് സ്റ്റേഷൻസിലായിരിക്കും. Other users sit at workstations connected to networks of other workstations and servers. അപ്പോൾ വർക്ക് സ്റ്റേഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. ആ വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത നെറ്റ്വർക്ക്സ് ഓഫ് അതർ വർക്ക് സ്റ്റേഷൻസ് ആൻഡ് സെർവേഴ്സ് ആണ്. Their OS is designed to compromise between individual usability and resource utilization. അപ്പോൾ ആ ഒരു വർക്ക് സ്റ്റേഷനിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുക, ഇൻഡിവിജ്വൽ യൂസബിലിറ്റിന്റെ രീതിയിലും പിന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷന്റെ രീതിയിലും ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുക.
പിന്നെയുള്ളത് സം കമ്പ്യൂട്ടേഴ്സ് ഹാവ് ലിറ്റിൽ ഓർ നോ യൂസ് ഓഫ് വ്യൂ ഇല്ലാത്ത രീതിയിലുള്ള കമ്പ്യൂട്ടർ. ഫോർ എക്സാമ്പിൾ എംബഡഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോം ഡിവൈസസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. നമ്മുടെ ഹോം ഡിവൈസസുമായിട്ട് വരുന്ന എംബഡഡ് ആയിട്ട് വരുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അത് ജസ്റ്റ് നമ്മളൊരു ടച്ച് പാഡ് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വിച്ചസ് മാത്രം ഉപയോഗിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും ഹോം ഡിവൈസസിലും ഓട്ടോമൊബൈൽസിലും ഒക്കെ വരുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു യൂസർ വ്യൂ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസർ വ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എംബഡഡ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഹോമിലുള്ള പല ഡിവൈസ് നമ്മളൊരു സ്വിച്ചസ് മാത്രമായിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു സ്വിച്ച് ഓൺ ആക്കുക ഓഫ് ആക്കുക ആ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സം കമ്പ്യൂട്ടേഴ്സ് ഹാവ് ലിറ്റിൽ ഓർ നോ യൂസർ വ്യൂ. അപ്പൊ നമ്മുടെ യൂസറിന്റെ പെർസ്പെക്റ്റില് ഒരു യൂസർ വ്യൂവില് നമ്മൾ പറയുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവർ കാണുന്ന രീതിയിലായിരിക്കില്ല ടെർമിനലിൽ യൂസ് ചെയ്യുന്നവർ, ടെർമിനൽ കണക്റ്റഡ് ടു മെയിൻ ഫ്രെയിം ഇല്ലേ. പിന്നെ വർക്ക് സ്റ്റേഷനിൽ ഇരുന്ന് യൂസ് ചെയ്യുന്നവര്, പിന്നെ ഉള്ളത് ഒരു വ്യൂ പോയിന്റും ഇല്ലാതെ ഉള്ളത്, കാരണം എംബഡഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോം ഡിവൈസസ്. പിന്നെ ഉള്ളത് സിസ്റ്റം വ്യൂ ആണ്. സിസ്റ്റം വ്യൂ എന്ന് പറയുന്നത് ഫ്രം ദ കമ്പ്യൂട്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ പറയുന്നത്. ഫ്രം ദി കമ്പ്യൂട്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഫ്രം ദി കമ്പ്യൂട്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ദ പ്രോഗ്രാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം ആണ്. ദാറ്റ് ഈസ് മോസ്റ്റ് ഇന്റിമേറ്റ് വിത്ത് ദ ഹാർഡ്വെയർ. ഹാർഡ്വെയറായിട്ട് വളരെയധികം ഇന്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. when facing numerous conflicting requests for resources, റിസോഴ്സസിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് വരുത്തുന്ന ഒരുപാട് റിക്വസ്റ്റസ് വരികയാണ്. റിസോഴ്സസ് വേണ്ടിയിട്ട്, മെമ്മറി വേണ്ടിയിട്ട്, ഹാർഡ്വെയർ വേണ്ടിയിട്ട്, ഹാർഡ്വെയറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ ഉണ്ട്. അപ്പോൾ ഓരോ ഹാർഡ്വെയറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റസ് വരുന്ന സമയത്ത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈഡ് how to allocate them to specific programs and users. ചില പ്രോഗ്രാംസ് ആയിരിക്കും റിസോഴ്സസ് ആവശ്യപ്പെടുക, ചിലപ്പം ചില യൂസേഴ്സ് ആയിരിക്കും പിന്നെ റിസോഴ്സസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. സോ ആ ഒരു ടൈമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആവശ്യമുള്ള റിസോഴ്സസ് പ്രോഗ്രാമിനായിക്കോട്ടെ യൂസേഴ്സിനായിക്കോട്ടെ അവർക്കൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം സിസ്റ്റം വ്യൂവിൽ, കമ്പ്യൂട്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമാണ് ശരിക്കും റിസോഴ്സസിന് പിന്നെ മറ്റുള്ള പ്രോഗ്രാംസിനും യൂസേഴ്സിനും ഒക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ കൺട്രോൾ പ്രോഗ്രാം. നമ്മുടെ സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കൺട്രോൾ പ്രോഗ്രാം ആണ്. ഈ കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ പ്രോഗ്രാം മാനേജസ് ദ എക്സിക്യൂഷൻ ഓഫ് യൂസർ പ്രോഗ്രാംസ് ടു പ്രിവെന്റ് എറേഴ്സ് ആൻഡ് ഇംപ്രോപ്പർ യൂസ് ഓഫ് ദി കമ്പ്യൂട്ടർ. ഇപ്പോൾ കൺട്രോൾ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. എ കൺട്രോൾ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നത് ദ എക്സിക്യൂഷൻ ഓഫ് യൂസർ പ്രോഗ്രാംസ്. യൂസറിന്റെ ഓരോ പ്രോഗ്രാംസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ യൂസറിന്റെ പ്രോഗ്രാംസിന്റെ എക്സിക്യൂഷന് നമ്മുടെ കൺട്രോൾ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ യൂസർ പ്രോഗ്രാംസിൽ പിന്നെ എറർ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. എറർ ഉണ്ടെങ്കിൽ എറർ ഇൻഡിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് അത് എന്ത് ചെയ്യുന്ന എറർ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂസർ പ്രോഗ്രാം കൊണ്ട് കമ്പ്യൂട്ടറിന്റെ ഇംപ്രോപ്പർ യൂസസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിന് മെസ്സേജസ് കൊടുക്കണേ അങ്ങനെ മെസ്സേജ് കൊടുക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സോ ആ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഡ്യൂട്ടി തന്നെ ആയിരിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ്സെൽഫ് ഇസ് എ കൺട്രോൾ പ്രോഗ്രാം. എ കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് manages the execution of user programs. യൂസർ പ്രോഗ്രാംസിന്റെ എക്സിക്യൂഷനെ മാനേജ് ചെയ്യുന്നത്. എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എറേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്തുകൊണ്ടും, പിന്നെ കമ്പ്യൂട്ടറിന്റെ ഇംപ്രോപ്പർ യൂസേജ് ഉണ്ടെങ്കിൽ അതും പ്രിവെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ എക്സിക്യൂഷൻ ഓഫ് യൂസർ പ്രോഗ്രാംസിന്റെ എക്സിക്യൂഷനെ നമ്മുടെ കൺട്രോൾ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം is the program running at all times on the computer. ഒരു കമ്പ്യൂട്ടർ എല്ലായ്പ്പോഴും റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഏത് ആപ്ലിക്കേഷൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആ ഭാഗത്തിന് പറയുക, അല്ലെങ്കിൽ ആ പാർട്സിന് പറയുക കേർണൽ എന്ന് പറയുന്ന പേരാണ്. നമ്മളിപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പെയിന്റ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫിലിം കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതായിരിക്കും, എന്തോ ആയിക്കോട്ടെ, ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും ശരി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ആയി കിടക്കുന്നുണ്ടാവും. സോ ആ കിടക്കുന്ന ആ ഒരു ഭാഗം, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു പ്രോഗ്രാം പാർട്ടിനാണ് എന്ത് പറയുക? നമ്മൾ കേർണൽ എന്ന് പറയുക.
ഓക്കെ, അപ്പോൾ നമ്മൾ യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് കണ്ടു. ദെൻ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഗോൾ എന്ന് പറയുന്നത് കൺവീനിയൻസ് ആൻഡ് എഫിഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രൈമറി ഗോൾ ഓഫ് സം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് കൺവീനിയൻസ്. യൂസറിന് നല്ല കൺവീനിയൻസ് പ്രൊവൈഡ്, കൺവീനിയൻസ് ഫോർ ദ യൂസർ. പിന്നെ എഫിഷ്യന്റ് ഓപ്പറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ എഫിഷ്യന്റ് ഓപ്പറേഷന് സഹായിക്കുകയും ചെയ്യുക. ഇതാണ് പ്രൈമറി goal. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രൈമറി കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുക ഫോർ ദ യൂസർ ആൻഡ് ദ എഫിഷ്യന്റ് ഓപ്പറേഷൻ ഓഫ് ദി കമ്പ്യൂട്ടർ പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ എഫിഷ്യന്റ് ഓപ്പറേഷൻ. ഓക്കെ, താങ്ക് യു.